dear students, to our next class of management theory and practices. Okay, and we are discussing about module 5, that is ethics and social responsibility കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു 2-3 ക്ലാസ് ആകുമ്പോഴേക്കും നമ്മൾ ബിസിനസ് എത്തിക്സ് എന്താണെന്നും വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ബിസിനസ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ അവർ ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മാനേജറൽ എത്തിക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ ഒരു മാനേജർ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ചില വാല്യൂസിനെ കുറിച്ച് പറഞ്ഞു. എസെൻഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ആൻഡ് വി ഹാവ് ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് ഈസ് എത്തിക്കൽ ഡൈലമ ഇൻ ബിസിനസ്. ഒരു ബിസിനസ്സിൽ എന്താണ് എത്തിക്കൽ ഡൈലമ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോന്നു അല്ലേ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, അതിൽ കുറച്ചിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ വാട്ട് ഈസ് ഡൈലമ ഇൻ ബിസിനസ് അല്ലെങ്കിൽ വാട്ട് ഈസ് എത്തിക്കൽ ഡൈലമ ഇൻ ബിസിനസ് എന്നുള്ളതാണ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചു വെക്കേണ്ടത്. ഇനി ഞാൻ അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് പറയണമെങ്കിൽ ദാറ്റ് ഈസ് ഒരു ബിസിനസ്സിൽ എത്തിക്കൽ പ്രോബ്ലംസ് മെയിൻലി ഡ്യൂ ടു 4 റീസൺസ്. അതാണ് നമ്മൾ ആ ഹെഡിങ്സുകൾ പറഞ്ഞ് നമ്മുടെ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ എന്തിലേക്ക് പോവുകയാണ്? ഇൻ ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്തൊക്കെയായിരുന്നു ദാറ്റ് ഈസ് മെയിൻ റീസൺസ് എന്ന് പറയുന്നത്. ഒന്ന്, ഫെയിലിയർ ഓഫ് പേഴ്സണൽ ക്യാരക്ടർ, പിന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് പേഴ്സണൽ വാല്യൂസും അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഗോൾസും തമ്മിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ഉണ്ടാവുക എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ പിന്നെന്താണ് കമ്പനിയുടെ ഗോള് ഇറ്റ് വിൽ ബി എഗെയിൻസ്റ്റ് എ പേഴ്സൺസ് വാല്യൂ. ഒരു പേഴ്സൻ്റെ വാല്യൂവിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് കമ്പനിയുടെ ഗോള് വരുമ്പോൾ അവിടെ ചില പ്രോബ്ലംസുകൾ ഉണ്ടാകാം, എത്തിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ആൻഡ് ഓഫ് കോഴ്സ് ഹസാർഡസ് ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ എന്ന്. അപ്പോൾ അതൊരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് ഒരു മാനേജർ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ് സം പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ് us ഡിസ്കസ് 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് ഫെയിലിയർ ഓഫ് പേഴ്സണൽ ക്യാരക്ടർ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടാണ് റിക്രൂട്ട്മെൻറ്റ്, സിലക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. കമ്പനി സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നു? റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു, അതിൽ നിന്ന് സിലക്ഷൻ നടത്തുന്നു. അത് അവരുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദേ ആർ ഗിവിങ് അപ്പോയിൻമെൻറ്റ് അല്ലെ, അതിനുശേഷം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്യണ സമയത്തൊന്ന് ആലോചിച്ച് നോക്കുക, ദേ ആർ ഡൂയിങ് നത്തിങ് ടു മെഷർ ദെയർ മോറൽ ക്യാരക്ടർ. അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കുന്നു, അവർ എക്സ്പീരിയൻസ് നോക്കുന്നു, പിന്നെ ചെറിയൊരു രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ വലിയ രീതിയിലുള്ളൊരു അന്വേഷണത്തിലേക്ക് പോകാറില്ല. അതായത് മോറൽ ക്യാരക്ടറിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ എടുക്കുന്ന ചില വ്യക്തികൾ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് മേ ബി അവരുടെ മോറൽ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ പറയുക, ശരിയാവണം എന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദേ മേ ഇൻഡൾജ് ഇൻ സം അതർ ആക്ടിവിറ്റീസ് ലൈക്ക് എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ഫണ്ട്, ബിസിനസ്സിൻ്റെ ഫണ്ടിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുക. അതുപോലെ തന്നെ ബ്രൈബറി, ദാറ്റ് ഈസ് എന്താണ് നമ്മൾ കൈക്കൂലി കൊടുത്ത് കാര്യങ്ങൾ നേടുക. പിന്നെ എന്താണ് ഷ്രിങ്ക് ഡ്യൂട്ടി എന്ന ഡ്യൂട്ടിയൊക്കെ ഒന്ന് കുറച്ച് കൃത്യമായിട്ട് ചെയ്യാതിരിക്കുക. സ്റ്റീൽ ഓഫ് ഡ്യൂട്ടി മെറ്റീരിയൽ, അതായത് നമ്മുടെ ചില റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് ആവശ്യമായി കൊടുക്കുന്ന ചില മെറ്റീരിയലോ കട്ടെടുത്ത് കൊണ്ടുപോകുക. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ ചെയ്യുന്ന ഒരു വലിയൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് ഇൻഫോർമേഷൻ, അതായത് ഒരു ഓർഗനൈസേഷനകത്ത് വിത്തിൻ ആയിട്ടുള്ള ചില ഇൻസൈഡ് ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും. അവരുടേതായിട്ടുള്ള ചില ട്രേഡ് സീക്രട്സ്, ബിസിനസ് സീക്രട്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ളത് എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. ദേ വിൽ പാസ് ഇറ്റ് ടു ദി കോമ്പറ്റീറ്റേഴ്സിന് അത് പാസ് ചെയ്യും. നമ്മുടെ ട്രേഡ് സീക്രട്ടൊക്കെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയാലുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതിനവർക്ക് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ആളുകൾക്ക് കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യും, പൈസ കൊടുക്കും. അപ്പോൾ അവരിങ്ങനെ, അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അൺഎത്തിക്കൽ ആയിട്ടുള്ള ചില കുഴപ്പങ്ങളാണ്. അപ്പോൾ അതാണ് ഒരു മെയിനായിട്ട് ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം. റിക്രൂട്ട്മെൻറ്റ്, സിലക്ഷൻ, അപ്പോയിൻമെൻറ്റ്, ട്രെയിനിങ് ഒക്കെ നടത്തുന്ന സമയത്ത് ഡ്യൂ കൺസിഡറേഷൻ മസ്റ്റ് ബി ഗിവൺ ടു ദി മോറൽ ആസ്പെക്ട്സ് എന്നാണ് പറയുന്നത്. അതിന് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന വൺ ഓഫ് ദി എത്തിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നതാണ് ദാറ്റ് ദ പ്രോബ്ലം ഡ്യൂ ടു ദ പേഴ്സണൽ ക്യാരക്ടേഴ്സ് ഓഫ് ദി എംപ്ലോയീസ്. ക്ലിയർ? അതാണ് ഫസ്റ്റ്. ഇനി സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? കോൺഫ്ലിക്റ്റ് ഓഫ് പേഴ്സണൽ ഗോൾസ് ആൻഡ് ഓർഗനൈസേഷൻ ഗോൾസ് അല്ലേ. ആസ് എൻ ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെ നമ്മുടേതായിട്ടുള്ള ചില ഗോൾസ് ഉണ്ടാവും ഇല്ലേ. അത് ഒക്കെ നിറവേറണം എന്നുള്ളതാണ്. ബട്ട് വെൻ വി ബിക്കം എൻ എംപ്ലോയി ഓഫ് എ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഗോൾസ് ബിക്കംസ് അവർ ഗോൾ. നമ്മുടെ ഗോളിനൊന്നും നമ്മൾ എന്ത് ചെയ്യണം, സൈഡ് ലൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അത് നമുക്ക് ആരുടെ ഗോളിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വരും? ഓർഗനൈസേഷൻ്റെ ഗോൾസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓഫ് കോഴ്സ് നമ്മുടെ ഗോൾ അവിടെ ഉണ്ട്, പക്ഷേ ഓർഗനൈസേഷൻ്റെ ഗോള് നേടുന്നതിനൊപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ബിക്കോസ് വി ആർ പേയിങ് ഫോർ ദാറ്റ് അല്ലേ. നമുക്ക് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതിനാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്.
അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം എന്നാണ് പറയണത്. അപ്പോൾ അതല്ല നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് പറയണത്, നമ്മുടെ പേഴ്സണൽ ഗോൾസിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ അതുമൂലം ചില ബുദ്ധിമുട്ടുകൾ, ഡിസ്പ്യൂട്ട്സ് അഥവാ കോൺഫ്ലിക്ട്സുകൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയണത്. പിന്നെ കമ്പനി ഇൻ ഓർഡർ ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്സ് ആസ്ക് ദ മാനേജർ ഓർ എക്സിക്യൂട്ടീവ് ടു അഡോപ്റ്റ് അൺഎത്തിക്കൽ ആൻഡ് അൺആക്സെപ്റ്റബിൾ മെത്തേഡ്സ് ദ റിസൾട്ട്സ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ രണ്ട് തരത്തിലും നടക്കാം. അതായത് പേഴ്സണൽ വാല്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ, അപ്പോൾ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ആ രീതിയിൽ അതായത് ഓർഗനൈസേഷൻ്റെ ഗോൾസ് അനുസരിച്ച് അവർ മുന്നോട്ട് പോകില്ല. അപ്പോൾ അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാകാം. ഒന്നുകൂടി നമ്മൾ എത്തിക്കൽ കോൺസെപ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് എ പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഞാൻ എന്തായിരിക്കും, ഐ ആം ലിവിങ് അക്കോർഡിംഗ് ടു സം പ്രിൻസിപ്പിൾസ് ഓർ മോറൽ വാല്യൂസ് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ കയറി ചെന്ന ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് നമ്മളോട് പറയുകയാണ് നമുക്ക് പ്രോഫിറ്റ് കൂട്ടണം, സെയിൽസ് കൂട്ടണം, അതിനുവേണ്ടി യു ഹാവ് ടു ഡു സം അൺഎത്തിക്കൽ ആൻഡ് അൺആക്സെപ്റ്റബിൾ മെത്തേഡ്സുകൾ അഡോപ്റ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. എന്നാലോചിച്ച് നോക്കിയേ, നമുക്ക് നമ്മുടേതായ ചില തീരുമാനങ്ങളുണ്ട് അല്ലേ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില മോറൽ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് മാനേജ്മെൻറ്റ് നമ്മളോട് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല, എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി അങ്ങനെയുള്ളതൊന്നുമില്ല, കസ്റ്റമേഴ്സിൻ്റെ വാല്യൂസ് അതൊന്നും നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ട് കാര്യമില്ല, യു ജസ്റ്റ് ഡു ഇറ്റ്, വി ഹാവ് ടു മേക്ക് പ്രോഫിറ്റ് എന്ന രീതിയിൽ ചില കാര്യങ്ങൾ നമ്മളോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും, ദ റിസൾട്ട്സ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ അതാണ് ബിസിനസ്സിനുണ്ടാകുന്ന രണ്ടാമത്തെ എത്തിക്കൽ പ്രോബ്ലം. ഓർഗനൈസേഷണൽ ഗോളിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ, അതായത് ഓർഗനൈസേഷൻ ഗോൾ മിക്കവാറും എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതും എന്തെങ്കിലുമൊക്കെ മെത്തേഡ് എടുത്ത് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് പറയുമ്പോൾ ഇറ്റ് ക്രിയേറ്റ് സം ഡിസ്പ്യൂട്ട്സ്. നമ്മുടെ പേഴ്സണൽ ഗോളും അതായത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് എന്താണെന്നാണ് പറയുന്നത്, ഓർഗനൈസേഷണൽ ഗോൾസ് എഗെയിൻസ്റ്റ് സോഷ്യൽ വാല്യൂസ് എന്നാണ് പറയുന്നത്. എന്താണ് ഓർഗനൈസേഷണൽ ഗോൾസ് എഗെയിൻസ്റ്റ് സോഷ്യൽ വാല്യൂസ് അഥവാ പേഴ്സണൽ വാല്യൂസ്. സെയിം തന്നെ ഈ പറഞ്ഞ പോയിന്റ് പോലെ തന്നെ നമുക്ക് പറയാം. അതായത് ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ വേൾഡാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സോഷ്യൽ സിനാരിയോ എന്ത് ചെയ്യുന്നതാണ് പറയണത്, ഓർഗനൈസേഷൻ ഗോൾസ് അഥവാ സോഷ്യൽ വാല്യൂസിനൊന്നും കൺസിഡർ ചെയ്യാണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, നിർബന്ധിതരാക്കുമെന്നാണ് പറയുന്നത്. അതായത് ചേഞ്ചിങ് സോഷ്യൽ സിനാരിയോ, നമ്മുടെ സോഷ്യൽ സമൂഹത്തിലുള്ള ഒരു സിനാരിയോ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ പിക്ചർ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അത് എപ്പോഴും എന്ത് ചെയ്യാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് വിൽ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് സോഷ്യൽ വാല്യൂസ്. ഒരു സമൂഹത്തിൻ്റെ ചില മൂല്യങ്ങളും ഓർഗനൈസേഷൻ്റെ ചില ഗോൾസുകളും തമ്മിൽ എന്തുണ്ടാകുന്നു, ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റുകൾ, ഒരു ചെറിയൊരു തരത്തിലുള്ള ഒരു ഡിസ്പ്യൂട്ട്സുകൾ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ മുൻപ് ഈ ക്ലാസ്സുകളിലാണോ എന്നറിയില്ല, ദാറ്റ് ഈസ് 1990 വരെയൊക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ കൺസർവേറ്റീവ് ആയിട്ടൊരു മാർക്കറ്റായിരുന്നു. നമുക്ക് LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഇത് വന്നതിന് ശേഷമാണ് ഫോറിൻ കമ്പനീസൊക്കെ ഇവിടേക്ക് വന്നു തുടങ്ങിയത്. അതുവരെ വലിയ കോമ്പറ്റീഷനൊന്നും ഇന്ത്യൻ മാർക്കറ്റിനില്ല. ഇന്ത്യയിലുണ്ടെന്ന പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു എന്നുള്ളത് മാത്രം. അപ്പം അങ്ങനെ വലിയ കോമ്പറ്റീഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് പറയുന്നത്, കമ്പനീസ് വർ ഷാക്കിൾഡ് ബൈ ലൈസൻസസ് ആൻഡ് റെഗുലേഷൻസ് പ്രയർ ടു 1991 ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ പ്രത്യേകിച്ച് കമ്പനീസൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ലൈസൻസും റെഗുലേഷൻസൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. അതായത് നമ്മൾ വല്ല വിത്തിങ് ചെയിൻ, അതായത് ചങ്ങലക്കിട്ട പോലെയായിരുന്നു എല്ലാ കാര്യങ്ങളും. നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളൊന്നും ഇന്ത്യൻ കമ്പനീസിനില്ല. പക്ഷെ ഇത് എപ്പോഴത്തെ സീനാണ്, 1991 മുൻപുള്ള സിനാരിയോ ആണ് നമുക്ക് പറഞ്ഞിരുന്നത്. അന്നൊക്കെ വളരെയധികം ലൈസൻസുകളും ഒരുപാട് നൂലാമാലകളാണ്. നമുക്ക് ഇങ്ങനത്തെയുള്ള ഒരു ഫോറിൻ ഉള്ളതിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് നമ്മുടെ സോഷ്യൽ, അതുപോലെ തന്നെ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണ് കേട്ടോ. ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ മൂവ്സ് എന്ന് പറയുന്നത് റിയലി ഒരു കൺസർവേറ്റീവ് ആയിരുന്നു. നമ്മൾ വളരെ കൺസർവേറ്റീവായിട്ട് ഒന്നും കൂടിയും ട്രഡീഷണലിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് വേൾഡായിരുന്നു ഇന്ത്യയുടെ എന്നാണ് പറയുന്നത്. പക്ഷേ കാലം കഴിയും തോറും പിക്ചർ മാറിയപ്പോൾ എന്ത് ചെയ്യേണ്ടി വന്നു, അന്നത്തെ കാലത്ത് അപ്പം ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള എത്തിക്കൽ പ്രോബ്ലംസുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് കോമ്പറ്റീഷൻ കൂടി, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, മാർക്കറ്റ് ഷെയർ ഗെയിനിങ് എന്നുള്ളതൊക്കെ മുന്നിലേക്ക് വന്നു. അതുപോലെ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്, മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്നൊക്കെ മുന്നിൽ വന്നതിന് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ എന്താണെന്നാണ് പറയുന്നത്, നമ്മൾ സോഷ്യൽ വാല്യൂസിനെ അത്ര കൺസിഡർ ചെയ്യാതെ ഓർഗനൈസേഷൻ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകുക, നമുക്കൊരു മാർക്കറ്റ് ലീഡറിലേക്ക് എത്തണം, പ്രോഫിറ്റ് മാക്സിമൈസേഷനിലേക്ക് എത്തണം,
വെൽത്ത് മാക്സിമൈസേഷനിലേക്ക് എത്തണം എന്ന രീതിയിൽ കാര്യങ്ങൾ കണ്ടു തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അതും എന്താണെന്നാണ് പറയുന്നത്, വൺ ഓഫ് ദി റീസൺസ് അല്ലെങ്കിൽ വൺ ഓഫ് ദി പ്രോബ്ലം ദാറ്റ് വി ഫൈൻഡ് ഇൻ അവർ ബിസിനസ് വേൾഡ് എന്ന ഒരു എത്തിക്കൽ പ്രോബ്ലമായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണെന്നാണ് പറയുന്നത്. ആഫ്റ്റർ 1990 ശേഷമാണ് ഇങ്ങനെയൊരു പിക്ചർ വന്നത് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഹസാർഡസ് പ്രോഡക്ട്സുകൾ അല്ലേ, പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഹസാർഡസ് എന്ന് പറഞ്ഞാൽ തന്നെ ഡേഞ്ചറസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഡേഞ്ചറസ് പ്രോഡക്ട്സ് അതായത് നമുക്കറിയാലേ, നമ്മൾ ഇന്നത്തെ ലോകത്ത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന ചില പ്രോഡക്ട്സുകൾ എന്ന് പറഞ്ഞാൽ റിയലി ഹസാർഡസ് ടു അവർ ലൈഫാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിന് ഹാനികരമായിട്ടുള്ള പല വസ്തുക്കളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വാങ്ങി ഉപയോഗിക്കാറുണ്ട്. എന്താണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി വാർണിംഗ് ഗിവൺ ബൈ ദ കമ്പനീസ് അല്ലേ. കമ്പനീസ് തരുന്ന വാർണിംഗ്സ് ഒക്കെ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, ദാറ്റ് ഈസ് അത് ലീഗലി അങ്ങനെ പറയണമെന്നുള്ളതാണ്. എന്നാൽ പോലും ഒരുവിധം പ്രോഡക്റ്റുകൾ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ കമ്പനീസ് മാനുഫാക്ചർ ചെയ്യുന്നതായാലും ശരി, കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുന്നതായാലും ശരി, ഒരുപാട് ഹാംഫുൾ ഇഫക്ട്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും നമുക്കൊരു എക്സാമ്പിൾ എടുക്കുന്നതല്ലേ സിഗരറ്റ് എന്നുള്ളതാണ്. സിഗരറ്റ്, അതുപോലെ തന്നെ ആൽക്കഹോളിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്കറിയാം ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഓഫ് ലൈഫ് എന്ന് അറിയാമെങ്കിൽ പോലും ആളുകൾ അത് മാനുഫാക്ചർ ചെയ്യുന്നു, ആളുകൾ അത് വാങ്ങി എന്ത് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ഗവൺമെൻറ് അനുവദിക്കുന്നുണ്ട്, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നില്ല, തടയുന്നില്ല അങ്ങനത്തെ പ്രോഡക്റ്റ്. ഈവൻ ദോ ഹ്യൂമന് അത് നല്ലതല്ല എന്നറിഞ്ഞാൽ പോലും ഗവൺമെൻറ് അതിനെന്ത് ചെയ്യുന്നില്ല, ഒരു റെസ്ട്രിക്ഷൻസും വെക്കുന്നില്ല എന്നാണ് പറയണത്. എന്നിട്ട് അത് വിൽക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ രാജ്യത്തൊന്നും അത് റെസ്ട്രിക്റ്റഡ് ഒന്നുമല്ല, നമ്മുടെ രാജ്യത്ത് അത് വിറ്റ് പോകുന്നുണ്ടെന്നാണ് പറയണത്. ആകെയുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, അതും ഒരു വാണിംഗ് എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ്, സിഗരറ്റ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, ഇറ്റ് ഈസ് ഇൻജൂരിയസ് ടു അവർ ഹെൽത്ത്, നോ ഇറ്റ് ഈസ് ഡേഞ്ചർ, ആ രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. ഗവൺമെൻറ് ആ റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ് ഏറ്റെടുക്കണമല്ലോ എന്നാണ് പറയുന്നത്. അതായത് അവർ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഗവൺമെൻറ് ആൻഡ് ദ മാനുഫാക്ചേഴ്സ് വാണ്ട് ഓൺലി, അതായത് ഗവൺമെൻറ് അത് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ഒരു മൂവ്മെൻറ്റ്സുകളും എടുക്കുന്നില്ല. അത് ഗവൺമെൻറ് അതിനുള്ള കാരണം പറയണത് നമ്മൾ കൃത്യമായിട്ട് അതിന് വാണിംഗ് കൊടുക്കുന്നുണ്ട്, എന്നിട്ടും അതെന്ത് ചെയ്യാണ്, കൺസ്യൂമേഴ്സ് അവരുടെ ഇഷ്ടപ്രകാരം അത് വാങ്ങി യൂസ് ചെയ്യുകയാണെന്നാണ് ഗവൺമെൻറ് അതിനുള്ള മറുപടിയായിട്ട് പറയുന്നത്. ഇത് ഗവൺമെൻറ്റോ അതുണ്ടാക്കുന്ന കമ്പനിയോ ഓൺലി കൺസേൺ വിത്ത് ദ പ്രോഫിറ്റ് ഓർ ടാക്സ് ദേ ആർ ഗെറ്റിംഗ്. ഒരു സോഷ്യൽ ഒരു സമൂഹത്തിൽ ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അവരെന്ത് ഗവൺമെൻറ് കിട്ടുന്ന ടാക്സും അല്ലേ, നല്ല ഏറ്റവും ഒരു ബജറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ലോഭമില്ലാതെ ഗവൺമെൻറ് വില കൂട്ടുന്നൊരു സംഭവമാണ് സിഗരറ്റ്സ് ആൻഡ് ആൽക്കഹോൾസ്. എപ്പോഴും അതിനെ കൺസ്യൂം ചെയ്യാൻ ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ വില എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗവൺമെൻറ് ആലോചിക്കുന്നത് ഞങ്ങൾക്ക് ടാക്സ് കിട്ടണം, അത് മാനുഫാക്ചർ ചെയ്യുന്നവർ ആലോചിക്കുന്നത് ഞങ്ങൾക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈവൻ ദോ ദേ ഓൾസോ നോ ദ ബാഡ് ഇഫക്ട്സ് ഓഫ് ദീസ് പ്രൊഡക്ട്സ് എന്നുള്ളവർക്കും അറിയാം. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരു എത്തിക്സ് എന്നുള്ള രീതിയിൽ അവരൊരിക്കലും അതിൻ്റെ മാനുഫാക്ചറിങ് എന്ത് ചെയ്യുന്നില്ല, നിർത്തുന്നില്ല എന്നാണ് പറയുന്നത്. ദേ ക്ലോസ് ദെയർ ഐസ്. ശരിക്കും ഗവൺമെൻറ്റും അത് ശരി, അത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസും ശരിക്കും പറയാനുള്ള അതിൻ്റെ നേരെ കണ്ണടക്കുകയാണ്. അതായത് സമൂഹത്തിന് അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് നേരെ അവർ ശരിക്കും പറയുകയാണെങ്കിൽ ദേ ക്ലോസ് ദെയർ ഐസ് ടു ദ ഹാം ഡൺ ടു ദ കൺസ്യൂമേഴ്സ് ഓൺ ദ ആർഗ്യുമെൻറ്റ് ദാറ്റ്. എന്നിട്ട് അവരത് മാനുഫാക്ചർ ചെയ്യുമ്പോഴും അതിനെ ഗവൺമെൻറ് തടയുന്നില്ല. അതിനുള്ള ഒരു അതിനൊരു ആർഗ്യുമെൻ്റായിട്ട് അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ദ പീപ്പിൾ കൺസ്യൂം ദം ഓൺ ദെയർ ഓൺ എന്താണെന്നാണ് പറയുന്നത്, അവരവരുടെ ഇഷ്ടത്തിന്, ദാറ്റ് ഈസ് ആണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വിതൗട്ട് ആസ് ദേ ലൈക്ക് എന്നുള്ളതാണ്. അവർ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കമ്പൽ ചെയ്യുന്നില്ല, നിർബന്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഡൂയിങ് ദെയർ ഹാം എന്താണെന്നാണ് പറയുന്നത്, അക്കോർഡിംഗ് ടു ദെയർ അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ നമ്മളാരും അവരെ കമ്പൽ ചെയ്യുന്നില്ല, നിങ്ങളത് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് ഗവൺമെൻറ് അഥവാ ഇത് മാനുഫാക്ചർ ചെയ്യുന്നവർ രക്ഷപ്പെടുന്നതെന്നാണ് പറയണത്. പക്ഷേ ശരിക്കും എത്തിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ബിസിനസ് എത്തിക്സ് നമ്മൾ പറഞ്ഞു അല്ലേ, സൊസൈറ്റിക്ക് ഹാനികരമായിട്ടുള്ളതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്തിക്കൽ വാല്യൂസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ദീസ് ഐറ്റംസ് ആർ ടു ബി ബാൻഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ പ്രൊഡക്ഷൻ തന്നെ അവരത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളാരും അവരെ കമ്പൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണടക്കുകയല്ല വേണ്ടത്. ഗവൺമെൻറ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ പ്രൊഡക്ഷൻ ബാൻ ചെയ്യണമെന്നാണ് ശരിക്കുള്ളൊരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെയ്യാവുന്നത്. ദിസ് ഷോസ് ദാറ്റ് നീഡ് ഫോർ മോർ സോഷ്യൽ കൺട്രോൾസ് ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് സച്ച് ഗുഡ്സ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്,
ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഒന്നും കൂടി ഒരു സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ ഒന്നും കൂടിയുള്ള എത്തിക്കൽ കൺട്രോൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിലാണ് ഇങ്ങനെ മനുഷ്യ സമൂഹത്തിന് തന്നെ ഹാംഫുൾ ഉണ്ടാക്കുന്ന ഹാമുള്ള ഇങ്ങനെയുള്ള ചില പ്രോഡക്ട്സുകളുടെ പ്രൊഡക്ഷൻ നിൽക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മോർ ടു ബി ഡെവലപ്ഡ് എന്നാണ് പറയുന്നത്. ഒന്നുകൂടി ഈ ഒരു മേഖലയിൽ ഒരു ഡെവലപ്മെൻറ്റും ഒരു കൺട്രോളും ആവശ്യമാണെന്നാണ് പറയുന്നത്. അല്ലേ, അതാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഒരു എത്തിക്കൽ പ്രോബ്ലമാണ്. ബിസിനസ്സിൽ ഒരു എത്തിക്കൽ പ്രോബ്ലം ഉണ്ടാവാനുള്ള വൺ ഓഫ് ദി റീസൺ ആണ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസിൻ്റെ പ്രൊഡക്ഷനും സെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എത്തിക്കൽ ഡയലമ ഉണ്ട് അല്ലേ. നമുക്കിപ്പോൾ നമുക്ക് ഈവൺ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസിന് അറിയാം ഇറ്റ് ഈസ് ഹാംഫുൾ ആണെന്ന് അറിയാം. പക്ഷേ അവരെന്ത് ചെയ്യുന്നു, അവർ നമുക്ക് ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, നമ്മൾ നേരത്തെ പഠിച്ച പോലെ എംപ്ലോയീസിന് എന്ത് ചെയ്യണം, ശമ്പളം കൊടുക്കണം, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം, കമ്പനി അതോറിറ്റീസിനാണെങ്കിൽ ദേ ഹാവ് ടു മേക്ക് ഹ്യൂജ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ അവർക്ക് കുറേ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അവിടെ എന്തുണ്ട്, ഒരു ഡയലമ എന്നുള്ളത് വന്ന് നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ എത്തിക്കൽ ഡയലമ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് പോലും സിഗരറ്റ് മാനുഫാക്ചറിങ് നടക്കുന്നു, ആൽക്കഹോളിക് ഡ്രിങ്ക്സുകൾ അല്ലേ മാർക്കറ്റിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സുലഭമാണ്. ഇന്നത്തെ കാലത്തൊക്കെ അതിൻ്റെ സൂപ്പർ മാർക്കറ്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അറിയാം, പക്ഷേ എന്നാൽ പോലും ഗവൺമെൻറ് അതിനെ ബാൻ ചെയ്യുന്നില്ല, അതിൻ്റെ മാനുഫാക്ചേഴ്സ് അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തുന്നില്ല, അതിൻ്റെ സെയിൽ നിർത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അവിടെ ഒരു ബിസിനസ് ഡയലമ ഉണ്ട് എന്ന് പറയാം, ഒരു എത്തിക്കൽ പ്രോബ്ലം അവിടെ ഉണ്ട്. അതുകൊണ്ട് എത്തിക്കൽ ഡയലമ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. ഇൻ വിച്ച് ദർ ആർ നോ ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ്. കണ്ടോ, കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് വേണമെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ ബാൻ ചെയ്യാം. പക്ഷേ ഗവൺമെൻറ് ആ സമയത്ത് ചെയ്യുന്നത് എന്താണ്, അവർക്ക് കിട്ടുന്ന ടാക്സിനെ കുറിച്ച് അവർ ആലോചിക്കുന്നു അല്ലേ. കാരണം ഇക്കോണമി ഓഫ് ദ കൺട്രി മുന്നോട്ട് പോകണം, അതായത് ആ കിട്ടുന്ന ടാക്സാണ് ഗവൺമെൻറ് മെയിൻ ഇൻകട്ടോ, അത് മനസ്സിലാക്കാം. അതാണ് ഈ കോവിഡ് കാലത്ത് ഈ ബാർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള കാരണം. മേജർ റവന്യൂ ഓഫ് എ സ്റ്റേറ്റ് എന്നുള്ളതാണ്, ഒരു മേജർ റവന്യൂ ഓഫ് എ കൺട്രിയാണ് ഇങ്ങനെയുള്ള ഇതിൽ നിന്ന് കിട്ടുന്നതെന്നാണ് പറയണത്. അപ്പം അതിനെക്കുറിച്ച് ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസുകളില്ല. എന്താണ് അതിൽ, ദാറ്റ് ഈസ് എന്തിനെ കുറിച്ചിട്ടാണ്, ടു സേ വാട്ട് ഈസ് എത്തിക്കൽ ആൻഡ് വാട്ട് ഈസ് അൺഎത്തിക്കൽ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസുകളില്ല എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഇതുമൂലം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഫ്രം ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ്, അതായത് ഓൺ വൺ സൈഡ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ചോയ്സസ് ആർ ഈക്വലി ജസ്റ്റിഫയബിൾ. നമ്മുടെ മുന്നിലുണ്ടാകുന്ന അപ്പോൾ നമുക്ക് ഇതിനുള്ള ഓൾട്ടർനേറ്റീവ്സുകൾ പോംവഴികളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം എന്തായിരിക്കും എന്നാണ് പറയുന്നത്, ഒരേപോലെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സിഗരറ്റ് എന്നുള്ള പ്രൊഡക്ഷൻ വേണമെങ്കിൽ ബാൻ ചെയ്യാൻ ഗവൺമെൻറ് ഇടാം. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എന്താണ്, അവരുടെ മേജർ ഇൻകമാണ് നിൽക്കുന്നത് അല്ലേ. ഒരു കമ്പനി അടച്ചുപൂട്ടി പോകുന്നു, ആ കമ്പനിയിലെ ജോലിക്കാർക്ക് ജോലിയില്ലാതെയാകുന്നു, അതിന് ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യില്ല, അവർക്ക് ലാഭമില്ലാതെ പോകുന്നു, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വെറുതെയായി പോകുന്നു ഇല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില കോൺഫ്ലിക്റ്റുകളിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. എന്ത് ഓൾട്ടർനേറ്റീവ് നോക്കിയാലും അതൊക്കെ നമുക്ക് ഒരു കാരണം അല്ലെങ്കിൽ ഒരു കാരണത്തിൽ മറ്റൊരു കാരണത്താൽ ന്യായീകരിക്കാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇൻ ദീസ് സിറ്റുവേഷൻസ് വി ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ ട്രൂത്ത് ആൻഡ് ലോയലിറ്റി, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റ്, short-term solutions and long-term solution, and do what is just and forget about what is merciful. അപ്പോൾ അങ്ങനെ കോൺഫ്ലിക്റ്റുകൾ വരുന്ന സന്ദർഭത്തിൽ ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഉള്ളൂ. സത്യം എന്താണ്, ലോയലായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതുമ്പോൾ നമ്മളൊന്നുകൂടി മുറുകെ പിടിക്കാം. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും കമ്മ്യൂണിറ്റിയുടെ ഇൻട്രസ്റ്റും എന്ത് ചെയ്യുക, ഒന്ന് കണക്കിലെടുത്ത് നോക്കിയിട്ട് അതിൽ നമ്മളൊന്ന് വേ ചെയ്ത് നോക്കുക, അതിൽ ഏതാണ് കൂടുതൽ നിൽക്കുന്നത് എന്നുള്ളത്. ഷോർട്ട് ടേം ആയിട്ടുള്ള സൊല്യൂഷൻസ് ഇതിനുണ്ടോ അതോ ലോങ് ടേം സൊല്യൂഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഡു വാട്ട് ഈസ് ജസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് അബൌട്ട് വാട്ട് ഈസ് പോസിബിൾ. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. മേഴ്സിഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ്, അതായത് ബീയിങ് കൈൻഡ് അല്ലേ. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് മറന്നു കളയേണ്ടതായിട്ട് വരും. കാരണം അതിൻ്റെ പിന്നിൽ ഒരുപാട് ഫാക്ടേഴ്സുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, ആ കമ്പനി ഉണ്ട്, ആ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ആ കമ്പനിയിലെ എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ വരും. അപ്പോൾ അവിടെ നമുക്ക് എടുക്കാവുന്ന ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യം ട്രൂത്ത് ആൻഡ് ലോയൽ ആണോ നോക്കാം, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റും ഒന്ന് വേ ചെയ്ത് നോക്കാം, ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിന് വല്ല ചെറിയൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള ചില സൊല്യൂഷൻസോ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആ മേഴ്സി കൈൻഡ്നെസ് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് മറന്നുകൊണ്ട് എന്താണ് അവിടെ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ളത് അത് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ,
ഇനി ശരിക്കും പറയുകയാണെങ്കിൽ ഓഫൺ മെഷേഴ്സ് ടേക്കൺ ഇൻ സച്ച്, അപ്പോൾ നമ്മൾ പറയുന്നു അല്ലേ, ബിസിനസ് ഡയലമ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഓഫൺ മെഷേഴ്സ് ടേക്കൺ ഇൻ സച്ച് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് സീം ടു ബി എത്തിക്കൽ ഇഫ് വ്യൂഡ് ഫ്രം വൺ ആംഗിൾ ആൻഡ് അൺഎത്തിക്കൽ ഫ്രം അനദർ ആംഗിൾ. കണ്ടോ, ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കത് എത്തിക്കലായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഈ സിഗരറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരുപാട് ജോലിക്കാരുണ്ട്, ഈ കമ്പനി അടച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബങ്ങൾ പട്ടിണിയാണ്. അപ്പോൾ അത് ശരിയാണോ? അല്ല. അവർക്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലിവിങ്ങിന് വേണ്ടത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് ഒരു പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ അത് എത്തിക്കലായിട്ട് തോന്നും. പക്ഷേ അതേസമയം നമ്മുടെ സമൂഹത്തിന് അതുണ്ടാക്കുന്ന ഹാംഫുൾ ഇഫക്ട്സ് നോക്കുമ്പോൾ അത് അൺഎത്തിക്കലാണെന്ന് തോന്നുമെന്നാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എത്തിക്കൽ ഫ്രം വൺ ആംഗിൾ ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ് ഈസ് അൺഎത്തിക്കൽ ഫ്രം അനദർ ആംഗിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമുക്കൊരു എക്സാമ്പിൾ നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ദ കോട്ടഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പെൻസിലിൻ. ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരു മരുന്നാണ് പെൻസിലിൻ എന്ന് പറയുന്നത്. അതിൻ്റെ മാനുഫാക്ചറും സെയിൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒരു ഗുഡാണ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് വളരെ വലിയൊരു ഇൻവെൻഷൻ ആയിരുന്നു, പെൻസിലിൻ എന്ന് കണ്ടുപിടിച്ചത്. പക്ഷേ വെൻ പെൻസിലിൻ ബിക്കംസ് എ ലൈഫ് സേവിങ് ഡ്രഗ് ഓൺലി എ ഫ്യൂ കമ്പനീസ് വെർ പ്രൊഡ്യൂസിങ് ഇറ്റ് ആൻഡ് ദെർബൈ ദേ മെയ്ഡ് ഹ്യൂജ് പ്രോഫിറ്റ്സ്. അപ്പോൾ ഈ പെൻസിലിൻ കണ്ടുപിടിച്ച സമയത്ത് ഇത് കുറച്ച് കമ്പനികൾ മാത്രമാണ് ഇത് എന്ത് ചെയ്തിരുന്നുള്ളൂ, ഇത് മാനുഫാക്ചർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം, എല്ലാവർക്കും ഇതിൻ്റെ ഫോർമുലയും കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്താ ചോദിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ മാത്രമല്ലേ ഇതുള്ളൂ എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്തു, ഭയങ്കര വിലക്കാണ് ഇത് ജനങ്ങൾക്ക് കൊടുത്തിരുന്നത്. ഹ്യൂജ് പ്രോഫിറ്റ്, കാരണം ഇതിന് ആവശ്യക്കാരുണ്ട് ഈ സംഭവത്തിന്, എന്നാൽ ഇത് എല്ലാവരുടെ കയ്യിൽ നിന്ന് കിട്ടാനില്ല. അതായത് ഡിമാൻഡ് വളരെ കൂടുതലാണ്, സപ്ലൈ അത്രയില്ലാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ലാഭമുണ്ടാക്കി എന്നാണ് പറയുന്നത്. ആ സന്ദർഭത്തിലാണ് ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹം ചെയ്തൊരു പണി നിങ്ങൾ ആലോചിച്ച് നോക്കുക. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെമിക്കൽ ഫോർമുല, അതായത് ഈ പെൻസിലിൻ ഇഞ്ചക്ഷൻ ഉണ്ടാക്കുന്നതിൻ്റെ കെമിക്കൽ ഫോർമുല അദ്ദേഹം എന്ത് ചെയ്തു, കട്ടെടുത്തു എന്നാണ് പറയണത്. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നതാണ് പറയണത്, ഫോർമുല, അതിൻ്റെ ഫോർമുലയും അതിൻ്റെ കോമ്പോസിഷനും ദാറ്റ് ഇസ് ഹി സ്റ്റോൾഡ് ആൻഡ് ഗിവ് ഇറ്റ് ഫ്രീ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ഒരുപാട് കമ്പനീസിൽ അത് ഒരു കാശും വാങ്ങിക്കാതെ അദ്ദേഹം കൊടുത്തു. ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ സഹിക്കാൻ പറ്റാതെ ഒരു സയൻറ്റിസ്റ്റ് ഈ പെൻസിലിൻ ഇഞ്ചക്ഷൻ്റെ ഫോർമുലയും അതിൻ്റെ കോമ്പൻസേഷനും കട്ടെടുത്തുകൊണ്ട് ഫ്രീ ആയിട്ട് പല കമ്പനീസിൽ ഇത് കൈമാറി എന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുണ്ടായി, ഒരുവിധം എല്ലാ കമ്പനീസും എന്ത് ചെയ്യുന്നു, ബിഗിൻ ടു സ്റ്റാർട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് പെൻസിലിൻ. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, പെൻസിലിൻ എന്ന് പറയുന്ന സംഭവം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ലോണം സപ്ലൈ ആയി അല്ലേ, ഡിമാൻഡ് കുറയുന്ന രീതിയിലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്തു, മറ്റേത് അവരെ കുറച്ച് പേരുടെ കയ്യിൽ ഒരു മൊണോപ്പൊളി പോലെ ഇരുന്ന സംഭവം എല്ലാവരിലേക്കും എത്തിയപ്പോൾ എന്തുണ്ടായി, അതിൻ്റെ പ്രൈസ് കുറഞ്ഞു വന്നു. സാധാ ജനങ്ങളിലേക്കും ആ ഒരു പെൻസിലിൻ എന്നുള്ള സംഭവം പെൻസിലിൻ ഇഞ്ചക്ഷൻ എന്ന് കേട്ടില്ലേ, അത് എത്തിക്കാനായിട്ട് സാധിച്ചു എന്നാണ് പറയണത് അല്ലേ. നമ്മളൊരു വ്യൂ പോയിന്റ് നോക്കി സൊസൈറ്റി ബെനിഫിറ്റഡ് ആയി, കാരണം അവർക്ക് കോമൺ മാനിന് പോലും ഇത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഈ സംഭവം, അതായത് വലിയ എക്സ്പെൻസ് ഒന്നുമില്ലാതെ ഈ ഒരു മരുന്ന് കിട്ടിത്തുടങ്ങിയെന്നാണെന്നാണ് പറയണത്. പക്ഷേ അവിടെ വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്, കട്ടെടുക്കുക, സ്റ്റീൽ ചെയ്യുക അല്ലേ എന്ന് പറയണത് ശരിയായിട്ടുള്ള ഒരു സംഭവമാണോ, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? അതായത് നമ്മൾ പഠിക്കുന്നതാണ് എത്തിക്കൽ അനുസരിച്ചിട്ട് കട്ടെടുക്കാനൊന്നും പാടില്ല എന്നാണ് നമ്മൾ പറയുക അല്ലേ. പക്ഷേ ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് സ്റ്റീലിംഗ് ദ ഫോർമുല എത്തിക്കൽ. ആ ഫോർമുല അല്ലെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ അവരിൽ നിന്ന് മോഷ്ടിച്ചു എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഉയർന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് പറയുന്നത്. ഒരു പോയിന്റിൽ നോക്കിയാൽ സ്റ്റീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് അല്ലേ, കട്ടെടുക്കുക അല്ലെങ്കിൽ മോഷ്ടിക്കുക എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ പറയാം ഇറ്റ് ഈസ് അൺഎത്തിക്കൽ ആണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബെനിഫിറ്റ് സൊസൈറ്റിക്ക് അതുമൂലം എന്ത് കിട്ടി, ഒരു ഗുണം കിട്ടി. അപ്പോൾ ആ വ്യൂ പോയിന്റിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, ഇറ്റ് ഈസ് എത്തിക്കൽ എന്ന് പറയാനായിട്ട് സാധിക്കുമെന്നാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്, that is it can be considered as ethical because unethical act which എന്താണെന്നാണ് പറയുന്നത്, nullify the effect of unethical behavior is not unethical എന്നാണ് പറയുന്നത്. അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ അത് അവിടെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ രാജ്യത്തിന് കൃത്യമായിട്ടൊരു ഉത്തരമുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ എന്താണെന്നാണ് പറയുന്നത്, വി കൺസിഡർ ഇറ്റ് എത്തിക്കൽ, നമ്മളത് എത്തിക്കലാണെന്നാണ് പറയുന്നത്. ബിക്കോസ് അൺഎത്തിക്കൽ ആക്ട് വിച്ച് നെഗേറ്റഡ് എന്ന് പറഞ്ഞാൽ നള്ളിഫൈ ചെയ്യുക, അതായത് നള്ളിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുക, അതായത് ഒരു അൺഎത്തിക്കൽ ആക്ട് കൊണ്ട് ഒരു അൺഎത്തിക്കൽ ഇഫക്റ്റ് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ആക്ടിനെ ഇന്ത്യയിൽ എന്തായിട്ടാണ് കണക്കാക്കുന്നത്, എത്തിക്കൽ ശരിയായിട്ടുള്ള കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളുടെ കേസല്ല പറഞ്ഞത്, ഇന്ത്യയിൽ ഈ സയൻറ്റിസ്റ്റ് ചെയ്ത കാര്യത്തെ നമുക്ക് എത്തിക്കായിട്ട് തന്നെ പറയാം. കാരണം ഇന്ത്യയിലെ ലോ അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു അൺഎത്തിക്കൽ കാര്യം ചെയ്തിട്ട് ഏതെങ്കിലും ഒരു അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യത്തെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ ആ ആക്ടിനെ നമുക്ക് എത്തിക്കൽ ആക്ട് എന്ന് പറയാമെന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതാണ് ദാറ്റ് ഈസ് നമുക്ക് എത്തിക്കൽ ഡയലമ്മയെ കുറിച്ച് പറയാനുള്ള കാര്യം. ഓക്കെ, ഇനിയുണ്ട്, നമുക്കതിൽ അവസാനിച്ചിട്ടില്ല.
ഇനി അതിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ടു ഗോ അബൌട്ട് സോൾവിങ് അൺഎത്തിക്കൽ ഡയലമാസ്. ഈ അൺഎത്തിക്കൽ ഡയലമാസ് ഉണ്ട്, തീർച്ചയായും നമ്മുടെ ബിസിനസ് വേൾഡിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാം, അതൊരു ക്വസ്റ്റ്യൻ പോലെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്നാണ് പറയുന്നത്, കമ്പനീസിലുള്ള എത്തിക്കൽ ഡയലമാസ് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതും അതില്ലാത്ത രീതിയിൽ അതിനെങ്ങനെ കുറച്ച് കൊണ്ടുവരാം. ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ദ നെക്സ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ഹൗ ടു ഗോ അബൌട്ട് സോൾവിങ് അൺഎത്തിക്കൽ ഡയലമാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അൺഎത്തിക്കൽ ആയിട്ടുള്ള ഡയലമാസ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഇറ്റ് ഷുഡ് ബി സോൾവ് അറ്റ് ദ ഏർലിയസ്റ്റ്. എത്രയാണെന്നാണ് പറയുന്നത്, ഏറ്റവും വേഗം എന്ത് ചെയ്യണം, അത് ഏറ്റവും നേരത്തെ തന്നെ സോൾവ് ചെയ്യണതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. കാരണം അത് അൺഎത്തിക്കലാണ് അല്ലേ, അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അതപ്പോൾ ഒരുപാട് കാലത്തേക്ക് നീട്ടി വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഭയങ്കര ഡിസ്കഷൻസോ ഡിബേറ്റോ കൺക്ലൂഷൻസോ ഒന്നും നമുക്ക് ആവശ്യമില്ല. അത് എത്രയും വേഗം എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് അങ്ങനെയുള്ള അൺഎത്തിക്കൽ ഡയലമാസ് ഇല്ലാതാക്കാനുള്ള എന്ത് ചെയ്യുക, ചില സ്റ്റെപ്സ് എടുക്കാം. കാരണം അത് അൺഎത്തിക്കലാണ്. എന്തായാലും നമുക്ക് അൺഎത്തിക്സ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളില്ല, എത്തിക്കൽ കാര്യങ്ങളെ നമുക്ക് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. ഉടനടി അതിന് ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷൻസിലേക്കും ഡിബേറ്റ്സിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. എന്താണ് അത് ഇല്ലാതാക്കാനുള്ള സ്റ്റെപ്സ്, അത് ഉടനടി എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ആ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് പറയണത് ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദി പ്രോബ്ലം അണ്ടർ കൺസിഡറേഷൻ. അതായത് നമ്മുടെ അൺഎത്തിക്കൽ ഇഷ്യൂ എന്താണ്, നമ്മുടെ അൺഎത്തിക്കൽ ഡയലമ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചിട്ട് നമ്മളൊന്ന് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കൊണ്ടുവരും. എന്താണ് നമ്മുടെ ആ കറക്റ്റ് പ്രോബ്ലം, നമ്മൾ ആ ഒരു അൺഎത്തിക്കൽ ഡയലമയിൽ വന്ന് നിൽക്കാനുള്ള റീസൺ എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ആക്ച്വൽ പ്രോബ്ലം എന്നുള്ളത് എന്ത് ചെയ്യുക എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായൊരു ഐഡിയ തയ്യാറാക്കുക എന്നാണ് ഫസ്റ്റ് പറയുന്നത്. സെക്കൻഡ് എന്താണ്, ഹു ആർ ഗോയിങ് ടു ബി എഫക്റ്റഡ് ബൈ മാനേജേഴ്സ് ഡിസിഷൻസ്. ഇനി ഇങ്ങനൊരു ഇതിനെക്കുറിച്ചിട്ട് ഒരു അൺഎത്തിക്കൽ ഡയലമ അത് ഇല്ലാതാക്കുന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു തീരുമാനം മാനേജേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആരെയൊക്കെ അത് ബാധിക്കും, അതുമൂലം ആർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ കൊണ്ടുവരണം. തേർഡ് എന്താണെന്നാണ് പറയുന്നത്, ഗോ ത്രൂ ദ വേരിയസ് ഇൻസിഡൻസ് ദാറ്റ് ലെഡ് ടു ദിസ് ഡയലമ. ഈ ഡയലമ ഉണ്ടാവാനായിട്ട് പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ, ആ കാരണങ്ങളിൽ ആ റീസൺസിൽ കൂടിയൊക്കെ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് കടന്നു പോകാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ റീസൺസ് മൂലമാണ് ഇങ്ങനെ ഒരു ഡയലമയെ ഈ ഒരു സിറ്റുവേഷനിൽ വന്നെത്തി നിൽക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഫോർത്തായിട്ട് ചെയ്യേണ്ടത്, ഇതൊരു ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ. ഫൈൻഡ് വേർ ദ ഇൻസിഡൻറ്റ് വെൻറ്റ് റോങ്. ഇത് നോക്കാം, നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുമ്പോൾ എവിടെ തൊട്ടാണ് ഇതൊരു അൺഎത്തിക്കലായി മാറിയത്. തുടക്കത്തിലേ നമ്മൾ അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വഴിയില്ല അല്ലേ, നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ എവിടെ തൊട്ടാണ് സംഭവങ്ങളാകെ മാറി പറഞ്ഞത്, എവിടെ നിന്നാണ് കാര്യങ്ങൾ തെറ്റി തുടങ്ങിയതെന്നുള്ളത് ചെയ്യാം. ഇഫ് ദ മാനേജർ പ്ലേസസ് ഹിംസെൽഫ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്, വാട്ട് മെഷേഴ്സ് ക്യാൻ ഹി ടേക്ക്. എന്നിട്ട് സ്വയം മാനേജർ എന്ത് ചെയ്യാം, ആ പ്ലേസിലൊന്ന് അവനവനെ തന്നെ ഒന്ന് സങ്കല്പിക്കാം. എന്നിട്ട് ആലോചിക്കാം, ഞാനായിരുന്നുവെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ എന്ത് മെഷർ ഞാൻ അവിടെ എടുക്കുമായിരുന്നു എന്ന രീതിയിൽ അദ്ദേഹം ഒന്ന് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റെപ്പിൽ കൂടി കടന്നു പോകുന്നു, അതിൽ നിന്ന് ഏതാണ് തെറ്റായി പോയ ഇൻസിഡൻറ്റ് എന്നുള്ളത് കണ്ടെത്തുന്നു. മാനേജർ സ്വയം ആ പ്ലേസിൽ നിന്നുകൊണ്ട് ഞാനായിരുന്നെങ്കിൽ എന്താണ് അവിടെ ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് പറയുന്നത്, ടെസ്റ്റ് റൈറ്റ് എഗെയിൻസ്റ്റ് റൈറ്റ് സിറ്റുവേഷൻ. നമ്മൾ അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഒരു ചെറിയൊരു പരീക്ഷണം ഒന്ന് നടത്തി നോക്കുകയാണ്. നമുക്ക് ആ സിറ്റുവേഷൻ ഒന്ന് റൈറ്റ് ആക്കിക്കൊണ്ട് ശരിയാക്കിക്കൊണ്ട് അവിടെ നമ്മൾ ഒരു ശരി എന്നുള്ള രീതിയിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കാം. അൺഎത്തിക്കൽ എന്നുള്ളതിനൊന്ന് മാറ്റി നിർത്തി അവിടെ ശരിയായ കാര്യങ്ങൾ എത്തിക്കലി അവിടെ ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൺ എന്നുള്ളതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നാണ് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ വിജയിക്കാതെ പോകാം. എനിവേ ജസ്റ്റ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ടെസ്റ്റ് റൈറ്റ് എഗെയിൻസ്റ്റ് റൈറ്റ് സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. ആൻഡ് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യാം, സിക്സ്ത് സ്റ്റെപ്പ് പറയുന്നത് 3 ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യാം ടു സോൾവ് ദിസ് ഡയലമ. ഈ ഒരു ഡയലമേനെ സോൾവ് ചെയ്യാനായിട്ട് 3 മെത്തേഡ്സ് മാനേജേഴ്സിന് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്താണെന്നാണ് പറയുന്നത്, ഡു വാട്ട് പ്രൊവൈഡ്സ് ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. അപ്പോൾ അത് നമ്മളവിടെ ചിന്തിക്കേണ്ടത് ഇത്രയുള്ളൂ, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് പരമാവധി എത്ര പേർക്ക് ഗുണം കിട്ടും എന്നുള്ളത് കൺസെപ്റ്റ് ചെയ്യാം. ദോഷം അതായത് അതുമൂലം ബെനിഫിറ്റ് ഉണ്ടാകുന്നവർ കുറച്ച് പേരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളതൊന്നും കൂടി റീകൺസിഡർ ചെയ്യണം. അല്ല, ഇതുമൂലം ഉണ്ടാകുന്ന ബെനിഫിറ്റ് കൂടുതൽ ആളുകൾക്കുണ്ട്, ഒരു 10 പേരുണ്ടെങ്കിൽ അതിൽ 2 പേർക്കേ അതുകൊണ്ട്
ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, 10 പേരുണ്ടെങ്കിൽ ഇതുകൊണ്ടൊരു ദോഷം, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്താൽ 2 പേർക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളൂ എങ്കിൽ 8 പേർക്കും അതുകൊണ്ട് ബെനിഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മാനേജർ കാര്യങ്ങൾ ചെയ്യും. അതായത് ബെനിഫിറ്റ് കിട്ടുന്ന ആളുകൾ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. ഡു വാട്ട് പ്രൊവൈഡ്സ് ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അതുമൂലം നന്മ ഉണ്ടാകുകയാണെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫോളോ ദ റൂൾസ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്, നമ്മുടെ നിയമം എന്താണ്, അതിനുള്ള റൂൾസ് എന്താണ്, അത് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാമല്ലോ ഞാൻ ചെയ്യാനുള്ള കാരണം റൂൾ ഇങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ജസ്റ്റ് ഫോളോ ദ റൂൾസ് എന്നാണ് പറയുന്നത്. ആൻഡ് ദ തേർഡ് മെത്തേഡ് എന്താണെന്നാണ് പറയുന്നത്, ഡു ടു അതേഴ്സ് വാട്ട് യു വുഡ് ലൈക്ക് ദം ടു ഡു ടു യു. നമ്മൾ മുൻപ് പറഞ്ഞൊരു കാര്യമാണ് അല്ലേ, മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുക, മറ്റുള്ളവർ എന്നോട് എനിക്ക് എങ്ങനെ ആ കാര്യങ്ങൾ ചെയ്തു തരണം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മളും അവർക്ക് ആ കാര്യം ചെയ്തു കൊടുക്കുക. അതായത് നമ്മൾ പ്രതീക്ഷിക്കില്ല നമുക്ക് ഇങ്ങനെയാണ് അവർ ചെയ്തു തരേണ്ടത്, അപ്പോൾ ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരും ഇങ്ങനെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടാകുക എന്ന രീതിയിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാണ് പറയുന്നത്. ഡു ടു അതേഴ്സ്, കണ്ടോ, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. വാട്ട് യു വുഡ് ലൈക്ക്, അതായത് നമ്മൾ എന്താണോ ഇഷ്ടപ്പെടുന്നത്, ദെം ടു ഡു ടു യു. എന്താ അവർ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്ത് തരേണ്ടതെന്ന് നമ്മളെങ്ങനെ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ കാര്യം അവർക്ക് ചെയ്തു കൊടുക്കും. ഈ ഒരു 3 മെത്തേഡ്സുകൾ ഈ ഒരു ഡയലമ സോൾവ് ചെയ്യാനായിട്ട് മാനേജർക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ടെസ്റ്റ് നടത്തി ഈ 3 ഡിഫറൻസ് മെത്തേഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ഡയലമ നമ്മൾ സോൾവ് ചെയ്തു. ഇനി 7th നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് പറയുന്നത്, കം ടു എ ഡിസിഷൻ. ഇനി ഇതിൽ ഏത് മെത്തേഡാണെന്നുള്ളത് നമ്മൾ കൃത്യമായൊരു തീർച്ചയിലേക്ക് എത്തി ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക. ഈ 3 മെത്തേഡുകളും യൂസ് ചെയ്യണമെന്നില്ല, ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുക. അതിനുശേഷം നമ്മൾ ഉടനടി ചിലപ്പോൾ നമ്മളെടുത്തത് എന്താണ്, ജസ്റ്റ് ഫോളോ ദ റൂൾസ് എന്നുള്ള മെത്തേഡാവും. അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം ഞാൻ ഇതാണ് ഫോളോ ചെയ്യപ്പെടുന്നത്, നിയമം എന്താണ് അതനുസരിച്ച് പോകട്ടെ എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. പെട്ടെന്ന് തന്നെ അതിൻ്റെ ആക്ഷനിലേക്ക് പോകുക എന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഗോ ബാക്ക് ടു യുവർ ഡിസിഷൻ ആൻഡ് തിങ്ക് ഓവർ ഇറ്റ് അഗെയിൻ. എന്നിട്ട് തോന്നുകയാണ്, അതായത് 7th സ്റ്റെപ്പിൽ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡുകൾ ഏതെങ്കിലും അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷനിലേക്ക് പോവാണ്. പക്ഷേ എന്നിട്ട് മാനേജർക്ക് അവിടെ ഒരു ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് തിരിച്ചു പോകാം. എന്നിട്ട് വീണ്ടും അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോബ്ലത്തിൻ്റെ ക്ലിയർ കട്ട് ഐഡിയ കിട്ടുന്നു. ഇത് ആർക്കാണ് ഇതുകൊണ്ടുണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത്, വേരിയസ് ഇൻസിഡൻസിൽ കൂടെ വീണ്ടും കടന്നു പോകുന്നു, അതിൽ തെറ്റായ കാരണം എന്താണെന്ന് ആ ഒരു സ്റ്റെപ്പ് വീണ്ടും എന്ത് ചെയ്യും, അദ്ദേഹം ആവർത്തിക്കും. അത് അങ്ങനെ ആവർത്തിച്ച് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ കിട്ടുന്നതിലേക്ക് ആ രീതിയിൽ അതിനെ എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് ടു സോൾവ് ദാറ്റ് പ്രോബ്ലം എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ 7th സ്റ്റെപ്പിൽ അത് അവസാനിപ്പിക്കാം, പക്ഷേ ചിലപ്പോൾ അതൊരു സാറ്റിസ്ഫൈങ് ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഗോ ബാക്ക് ടു യുവർ ഡിസിഷൻ എന്നാണ് പറയുന്നത്. ഗോ ബാക്ക് ടു യുവർ ഡിസിഷൻ ആൻഡ് തിങ്ക് ഓവർ ഇറ്റ് അഗെയിൻ. അതിനെക്കുറിച്ച് വീണ്ടും എന്ത് ചെയ്യണം, ഒന്നും കൂടി ആലോചിച്ച് അനാലിസിസ് നടത്തേണ്ടതായിട്ട് വരും. ക്ലിയർ? ഇതാണ് നമുക്കൊരു അൺഎത്തിക്കൽ ഡയലമ വന്നാൽ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എടുക്കേണ്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എന്താണ് നെക്സ്റ്റ് പറയണത്, നമുക്കൊരു കമ്പനിയിൽ ഇങ്ങനെ എത്തിക്കൽ ഡയലമ നമുക്ക് സോൾവ് ചെയ്യേണ്ടത് വരുമ്പോൾ അത് നടന്നാലല്ലേ സോൾവിങ്ങിലേക്ക് വരുന്നുള്ളൂ. അല്ലാതെ തന്നെ നമുക്കത് എന്ത് ചെയ്യാം, കുറച്ചുകൊണ്ട് പോകാം, നടക്കാതിരിക്കാനുള്ള പല ശ്രമങ്ങൾ നടത്താം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണത് ചെയ്യുക, ദാറ്റ് ഇസ് ഹൗ ടു റെഡ്യൂസ് എത്തിക്കൽ ഡയലമസ് ഇൻ കമ്പനീസ് എന്നാണ് പറയുന്നത്. അതായത് അൺഎത്തിക്കലായിട്ടുള്ളത് ഡയലമ സോൾവ് ചെയ്യണ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, എങ്ങനെയാണ് എത്തിക്കൽ ഡയലമാസ് ബിസിനസ്സിൽ നമ്മൾ കുറയ്ക്കാനായിട്ട് സാധ്യത. നമുക്കിങ്ങനെ എത്തിക്കൽ ഡയലമയിൽ വന്നിക്കേണ്ട അവസരം ഉണ്ടാവരുത്. ഇത് കുറേ നേരം അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് നിൽക്കേണ്ട സമയം ഉണ്ടാവരുത്. അതെങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നാണ് പറയുന്നത്. ഇത് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല വഴി എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോളോ ചെയ്യും. സ്ട്രിക്റ്റ്ലി ഓർഗനൈസേഷൻസിലും കമ്പനീസിലും ഇതാണ് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്റ്റ്, ഇതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ വരുന്ന കൺഫ്യൂഷൻസോ ഡയലമാസ് ഒന്നും വരില്ല. ഡയലമ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ അത് വരില്ല. അപ്പോൾ അതിനുള്ള ചെയ്യേണ്ട കമ്പനീസ്, അത് കുറയ്ക്കാനായിട്ട് കമ്പനീസ് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എത്തിക്കൽ എങ്ങനെയാണ് ആളുകൾ പെരുമാറേണ്ടത്, എങ്ങനെയാണ് ആളുകൾ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്റ്റ് അല്ലെങ്കിൽ എത്തിക്കൽ കോഡ്സ് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു നിർദ്ദേശം അവിടെ വയ്ക്കുക എന്നാണ് പറയുന്നത്. അതായത് എന്നിട്ട് നമുക്ക് ഇങ്ങനെയാണ് പറയുന്നത്, അറ്റ് ദ ടോപ്പ് ലെവൽ ദി അതോറിറ്റി see to it that only people with a high reputation for ethical behavior are posted at managerial level.
അപ്പോൾ ടോപ്പ് ലെവലിൽ എന്ത് ചെയ്യുക, അതോറിറ്റീസ് ഒരു കാര്യം ഉറപ്പാക്കുക, അതായത് മാനേജറിയൽ ലെവലിൽ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യില്ലേ, ദാറ്റ് ഈസ് ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണെന്നാണ് പറയുന്നത്, എത്തിക്കൽ ബിഹേവിയറിൽ നല്ല ഹൈ റെപ്യൂട്ടേഷനുള്ള എത്തിക്സ് എന്നുള്ള രീതിയിൽ എത്തിക്സിനെ ഒന്നുകൂടി മുറുകെ പിടിക്കുന്ന വ്യക്തികളെ മാത്രമേ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ എന്നുള്ളത് ഉറപ്പാക്കുക. അപ്പോൾ അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ടോപ്പ് മാനേജ്മെൻറ്റിൽ. കാരണം അവരാണ് ഏറ്റവും മേജറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടവർ. അവരുടെ ഭാഗത്ത് നിന്ന് അൺഎത്തിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകാനായിട്ട് പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാണ് പറയുന്നത്, ആ മാനേജർ ലെവലിലെ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ റെപ്യൂട്ടേഷൻ ഫോർ എത്തിക്കൽ ബിഹേവിയർ അങ്ങനെയുള്ള വ്യക്തികളെ അവിടെ എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. വൈൽ പ്രിപ്പയറിംഗ് ദ പെർഫോമൻസ് റിവ്യൂ ഇൻസിസ്റ്റ് ഓൺ ഇൻകോർപ്പറേറ്റിംഗ് എത്തിക്കൽ കൺസിഡറേഷൻസ്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്, പെർഫോമൻസ് റിവ്യൂസ് ഒക്കെ എടുക്കില്ലേ ബിസിനസ്സിൽ, നമുക്കുള്ള റിവ്യൂസ് ഒക്കെ എടുക്കുന്ന സമയത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പറയാം എത്തിക്കൽ കൺസിഡറേഷൻസ് ഉള്ള അങ്ങനെയുള്ള റിവ്യൂസ് എടുത്താൽ മതി. എത്തിക്കലായിട്ട്, അതായത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രം റിവ്യൂ ചെയ്താൽ മതി, അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്നുള്ള അതാണ് പറയുന്നത്. ഇതൊക്കെ ഒരു എത്തിക്കൽ കോഡ് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് ഇറ്റ് ഈസ് അഡ്വൈസബിൾ കണ്ടോ ടു റിവാർഡ് ദ എത്തിക്കൽ ബിഹേവിയർ ആൻഡ് കണ്ടക്ട്. അതായത് ഈ എത്തിക്കലി ബിഹേവിയർ ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള റിവാർഡുകൾ കൊടുക്കാം. റിവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, മോണിറ്ററി റിവാർഡുകൾ കൊടുക്കാം, നോൺ മോണിറ്ററി റിവാർഡുകൾ കൊടുക്കാം. എന്തായാലും അവരെ ഒന്ന് അംഗീകരിക്കാം, അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം, അതിനാണ് റിവാർഡ് എന്ന് പറയുന്നത്. എത്തിക്കൽ കോഡ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായും ഒരു സമ്മാനമോ മറ്റുള്ള കാര്യങ്ങളോ കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം, ഒരു എത്തിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ എന്നാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, എത്തിക്സ് ഓഡിറ്റ് കണ്ടക്ടിങ് എത്തിക്സ് ഓഡിറ്റ് അലോങ് വിത്ത് ദി ആനുവൽ ഓഡിറ്റിംഗ് നമ്മൾ ശരിക്കും നടത്തും. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് വെരിഫിക്കേഷൻ നടത്തുന്നത് പോലെ തന്നെ വെദർ ദ കമ്പനി ഈസ് ഫോളോയിങ് ദി എത്തിക്കൽ കോഡ്സ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവിടെ ഒരു വെരിഫിക്കേഷൻ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ചെക്കിങ് എന്നുള്ള മീനിങ് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ അത് അതിനെയാണ് നമ്മൾ എത്തിക്കൽ, ഇതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോഷ്യൽ ഓഡിറ്റ്, എത്തിക്കൽ ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞ ഓഡിറ്റുകളുണ്ട്. അത് സ്ഥിരമായിട്ട് തന്നെ കമ്പനീസ് ഓർഗനൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് ദ ഓർഗനൈസേഷൻ ഷുഡ് എസ്റ്റാബ്ലിഷ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇനി എന്ത് ചെയ്യണം, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓരോ എംപ്ലോയീസിനും വേണ്ടിയിട്ട്, എല്ലാ എംപ്ലോയീസിനും വേണ്ടി എത്തിക്കൽ സ്റ്റാൻഡേർഡ്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. സോ ദാറ്റ് ദെയർ എംപ്ലോയീസ് നോ ദാറ്റ് ദെയർ കമ്പനി സ്റ്റാൻഡ്സ് ഫോർ എത്തിക്കൽ ബിഹേവിയർ. അതായത് എംപ്ലോയീസിൻ്റെ ഇടയിലേക്ക് ഇപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിൽ പോലും മാത്രം ഇങ്ങനെയുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ എംപ്ലോയീസും എത്തിക്സ് എന്നുള്ളതിനെ അവർ മുറുകെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അതായത് എന്ത് ചെയ്യുക, ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക. അതായത് ഈ കമ്പനിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നതല്ല, മായം ചേർക്കുന്നതല്ല, കളേഴ്സ് യൂസ് ചെയ്യുന്നതല്ല, അപ്പോൾ ഇങ്ങനെയുള്ള എത്തിക്സ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അത് കൃത്യമായിട്ട് തന്നെ കമ്പനി ഫോളോ ചെയ്യുക. അപ്പോൾ എംപ്ലോയീസിന് മനസ്സിലാവും നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് എത്തിക്സിന് മുറുകെ പിടിക്കുന്ന കമ്പനിയാണെന്നുള്ളൊരു ഫീലിംഗ് അവരുടെ ഉള്ളിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ദാറ്റ് ഈസ് ഒരു കമ്പനിക്ക് എത്തിക്കൽ ഡയലമാസ് കുറയ്ക്കാനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ പോലും മനസ്സിലാക്കി വയ്ക്കുക, ഇറ്റ് മേ നോട്ട് സോൾവ് ദി എത്തിക്കൽ ഡയലമാസ്. എല്ലാ എത്തിക്കൽ ഡയലമാസ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും അത് സോൾവ് ചെയ്യൽ നടക്കില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് വിൽ ഹെൽപ്പ് ദ എംപ്ലോയീസ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ടു ഡീൽ എത്തിക്കൽ ഡയലമാസ് ബൈ പ്രിസ്ക്രൈബിംഗ് ഓർ ലിമിറ്റിംഗ് സ്പെസിഫിക് ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്ക് അത് ഇല്ലാതാക്കാനൊന്നും പറ്റില്ല എങ്കിൽ പോലും എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, അവർക്ക് എങ്ങനെയാണ് ഈ എത്തിക്കൽ ഡയലമ വന്നു കഴിഞ്ഞാൽ ഹൗ ടു ഹാൻഡിൽ ഇറ്റ് അല്ലെങ്കിൽ ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ് എന്നുള്ളത് അവർക്ക് അറിയാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ദ കോഡ് ഓഫ് എത്തിക്സ് ഷുഡ് ബി ഇഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി എംപ്ലോയീസ് സോ ദാറ്റ് ദേ ക്യാൻ അബൈഡ് ബൈ ദം. എന്നിട്ട് കൃത്യമായിട്ട് എന്ത് കമ്മ്യൂണിക്കേഷൻ നടത്താം അല്ലേ. ഇവർ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സുകൾ, എത്തിക്കൽ കോഡൊക്കെ ഒരു കമ്പനിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, എല്ലാവരെയും അറിയിക്കാം. എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില എത്തിക്കൽ കോഴ്സുകളുണ്ട്, അതനുസരിച്ച് അവരെന്ത് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അതനുസരിച്ച് ദേ ക്യാൻ അബൈഡ് ബൈ ദം, അതനുസരിച്ച് അവർ എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും മനസ്സിലാക്കി വയ്ക്കുക, എല്ലാ എത്തിക്കൽ ഡയലമാസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയലമകളൊന്നും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല എങ്കിൽ പോലും ഒരു പരിധി വരെ അതിനൊന്ന് ലിമിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ ചില സ്റ്റെപ്സ് എടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അല്ലേ, ഇതോടുകൂടി നമ്മുടെ എത്തിക്കൽ ഡയലമ എന്നുള്ള ഒരു ഭാഗം കഴിഞ്ഞു. അതായത് ബിസിനസ് എത്തിക്സ് എന്നുള്ളതിൻ്റെ സംഭവം നമ്മുടെ കഴിയും ഉണ്ടോ. അപ്പോൾ അതായത് നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എവിടെ വരെ നമ്മൾ മുന്നോട്ട് പോയെന്നുള്ളത് കണ്ടോ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മാനേജറൽ എത്തിക്സ് അല്ലേ നമ്മൾ കണ്ടതാണ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എത്തിക്കൽ ചോയ്സസ്, എത്തിക്കൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഡയലമ ഇൻ ബിസിനസ്. ഇത്രയും നമ്മുടെ മൊഡ്യൂളിൽ കാണാം. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ 25% നമ്മുടെ ഈ മൊഡ്യൂൾ ഈ ഒരു ക്ലാസ്സോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിനി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ അനദർ ടോപ്പിക് ഇൻ യുവർ സിലബസ്, ദാറ്റ് ഇസ് മൊഡ്യൂൾ 5 ഉള്ളതാണ്. ദാറ്റ് ഈസ് CSR എന്നാണ് പറയുന്നത്.
അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ എന്താണ് CSR എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഞാൻ നിർത്തും. ഇതിൽ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കുള്ള ചെറിയ അസൈൻമെൻറ്റ് പോലെ ഞാൻ തരാണ്. യു ഹാവ് ടു റീഡ് ഇറ്റ് ആൻഡ് മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. ഞാനിവിടെ എന്താണ് CSR എന്ന് മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെ ആ ഭാഗത്ത് നന്നായി വായിച്ച് അതിനെക്കുറിച്ചൊരു ചെറിയൊരു നോട്ട് തയ്യാറാക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈ ക്ലാസ്സിലുള്ള നിങ്ങളുടെ അസൈൻമെൻ്റ് ആണ് കേട്ടോ. അല്ലാണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ് വായിച്ച് പറഞ്ഞു തരാമെന്ന് പറയുന്നത് അത് അത്ര നിങ്ങൾക്ക് തന്നെ ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഞാനതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനുശേഷം നിങ്ങളത് കൃത്യമായിട്ട് അതിൻ്റെ ഡെഫിനിഷനും ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ബാക്കി നിങ്ങൾ വായിച്ച് യു ഹാവ് ടു മേക്ക് എ നോട്ട് ഓൺ ഇറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് CSR എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ ഫുൾ ഫോമാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മൾ പഠിച്ച ബിസിനസ് എത്തിക്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അത് ഇത്രേ പറയുന്നുള്ളൂ. എല്ലാ കോർപ്പറേറ്റ്സിനും അല്ലെങ്കിൽ എല്ലാ ഓർഗനൈസേഷൻസ്, കമ്പനീസ്, എൻ്റർപ്രൈസസ്, ബിസിനസ് എന്നൊക്കെ പറയാം, അവർക്കൊക്കെ എന്തെന്നാണ് പറയുന്നത്, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർക്ക് സമൂഹത്തോട് എന്തുണ്ടെന്നാണ് പറയണത്, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതൊക്കെ നിങ്ങൾ നോട്ട് എഴുതി തയ്യാറാക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ഐ വിൽ സ്പെസിഫൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരുവിധം ഓർഗനൈസേഷൻസ് ഒക്കെ അവർ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ദാറ്റ് ഈസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. ഇത് സമൂഹത്തിന് വേണ്ടി വി ഹാവ് ടു ഡു സംതിങ് എന്നുള്ളത് അവർ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് എന്നാണ് പറയുന്നത്. ആദ്യകാലത്തൊന്നും അതിനെന്ത് ചെയ്തിരുന്നില്ല, വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് മേക്ക് ദ പ്രോഫിറ്റ്, എന്തെങ്കിലും ജനത്തെ സേവിക്കാനല്ല ബിസിനസ് എന്നുള്ള രീതിയിലുള്ള തിങ്കിങ് ആയിരുന്നു. പക്ഷെ ഇന്ന് കാലമൊക്കെ മാറി അവർ മനസ്സിലാക്കുന്നുണ്ട് വി ആർ ഇൻ എ സൊസൈറ്റിയാണ്. ഒരു സൊസൈറ്റിയിലെ പല ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ, നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്ന കറണ്ട് ഉണ്ട് അല്ലേ, ഇലക്ട്രിസിറ്റി, വാട്ടർ, അങ്ങനെയുള്ള ഒരുപാട് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ദേ ആർ യൂസിങ് ഓഫ് ഇറ്റ് അല്ലെ. ബിസിനസ്സുകൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം, അതും ഭയങ്കരമായ കൊള്ള ലാഭത്തിലൊന്നുമല്ല ഗവൺമെൻറ് അവർക്കത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സൊസൈറ്റിയോട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോട് ഒരു കടപ്പാടുണ്ട് എന്നുള്ള ഒരു സത്യാവസ്ഥ പല ബിസിനസ്സുകളും മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ മുന്നിൽ വരുന്നൊരു പ്രോബ്ലം എങ്ങനെയാണ്, അങ്ങനെ അവർക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും ഹൗ ഇറ്റ് ക്യാൻ ബി ഡിസ്ചാർജ്, അതെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നടപ്പിലാക്കാം എന്നുള്ളതാണ് അവരുടെ മുന്നിൽ വരുന്ന വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. ഹൗ ഇറ്റ് ക്യാൻ ബി ഡിസ്ചാർജ് എന്നാണ്. ഹൗ ഡു വി മെഷർ, ഓഡിറ്റ് ആൻഡ് ഇംപ്രൂവ് ദ മെത്തേഡ്സ് ഓഫ് ഡിസ്ചാർജിങ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എങ്ങനെ അത് നടപ്പിലാക്കാം, ഇനി അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ തന്നെ ഞങ്ങളത് എത്രമാത്രം കൊടുക്കുന്നുണ്ട്, അതെങ്ങനെ മെഷർ ചെയ്യാം, അതെങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്യാം, അതെങ്ങനെ ഓഡിറ്റ് ചെയ്യാം, എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാം, ഒന്നും കൂടി നല്ല രീതിയിൽ അവർക്ക് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ അവരുടെ മുന്നിൽ വരുന്ന ചോദ്യങ്ങളാണെന്നാണ് പറയണത്. Achieving commercial success in a way that honors ethical values and respects people, communities and natural environment is the best way of achieving the corporate social responsibility. അത് നമുക്ക് പറഞ്ഞു തരാണ്. ഇതൊക്കെ അവരെ മുന്നിൽ നിൽക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ പോലും എന്താണെന്നാണ് പറയുന്നത്, കൃത്യമായിട്ട് CSR ചെയ്യുന്നുണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും വേണ്ടെന്നാണെന്നാണ് പറയുന്നത്. എല്ലാം എത്തിക്കൽ വാല്യൂസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അതായത് എത്തിക്കൽ വാല്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. റെസ്പെക്ട്സ് പീപ്പിൾ, അതായത് റെസ്പെക്റ്റ് ചെയ്യുക, അതായത് ജനങ്ങളെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുക. കാരണം അവർക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് ഇത്രയേ ഉള്ളൂ. കൊടുക്കുന്ന പ്രോഡക്റ്റ് ഏറ്റവും നല്ല ക്വാളിറ്റി, അതും ഏറ്റവും ഹൈ ക്വാളിറ്റി, ഒരു മിനിമം പ്രൈസിൽ അഫോർഡബിൾ റേറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആളുകളെ ബഹുമാനിക്കുക, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീനെ, നമ്മുടെ സൊസൈറ്റീനെ ഒന്ന് അവർ ബഹുമാനിക്കണം. ആൻഡ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത്രയേ ഉള്ളൂ, എൻവയോൺമെൻറ്റിൻ്റെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ദാറ്റ് ഈസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എത്തിക്കൽ വാല്യൂസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, കോമൺ മാനിന് റെസ്പെക്റ്റ് കൊടുക്കുക, കമ്മ്യൂണിറ്റിക്ക് റെസ്പെക്റ്റ് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിന് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് CSR ഓരോ ബിസിനസ്സിനും അല്ലെങ്കിൽ ഓരോ കമ്പനീസിനും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ക്ലിയർ? ഇനി എന്താണെന്നാണെങ്കിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് എന്താണ് വൈ അല്ലെങ്കിൽ വൈ ഇറ്റ് ഈസ് നീഡഡ്, എന്തുകൊണ്ട് CSR ആവശ്യമാണ് എന്നുള്ളതിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നുള്ള റീസൺ ഇതാണ്, നമ്മുടെ കോർപ്പറേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ദ സൊസൈറ്റിയാണ്. അതായത് അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ കിട്ടാനായിട്ട്, അതും വെൽ ഡെവലപ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ കിട്ടാനായിട്ട് കമ്പനീസ് ആർ ഓൾവേസ് ഡിപ്പെൻഡിങ് ഓൺ ദി സൊസൈറ്റി എന്നാണ് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് റോഡ് ഇല്ലേ, റോഡ്, വാട്ടർ സപ്ലൈ,
ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേറ്റഡ് വർക്ക് ഫോഴ്സ് അല്ലേ, സൊസൈറ്റിയിൽ നിന്ന് പഠിച്ച് പോരുന്ന ആളുകളെയാണ് എന്ത് ചെയ്യുന്നത് കമ്പനീസ് അവരുടെ എംപ്ലോയ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ അവർ ജോലിക്ക് എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ അവർ ഡിപ്പെൻഡ് ചെയ്യണത് സൊസൈറ്റീനെ തന്നെയാണെന്നാണ് പറയണത്. നമ്മുടെ ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതായത് പബ്ലിക് ഹെൽത്ത് സർവീസസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇതൊക്കെ, അതായത് ആലോചിച്ച് നോക്കുക, ഈ ബിസിനസ് നടത്തുന്ന വ്യക്തികൾ എന്ന് പറയുന്നതും എന്തുതന്നെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗമാണ്. ഗവൺമെൻറ് കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റീസും അവരുടെ ബിസിനസ് ആയാലും ശരി അവരുടെ വീട്ടിലായാലും ശരി ദേ ആർ യൂസിങ് ഇറ്റ് അല്ലേ. അവരുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്, റോഡ് അവരുടെ റിലേറ്റീവ്സും അവരുടെ ഫാമിലി യൂസ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽസ് അല്ലേ, ഗവൺമെൻറ് നമ്മൾ അറിയാവുന്ന കാര്യമാണ്, ഗവൺമെൻറ്റാണ് നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെൻറ്റർ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളും അവരുടെ ഫാമിലീസും ഒക്കെ അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദീസ് ഫെസിലിറ്റീസ് ആർ ഓൾസോ യൂസ്ഡ് ബൈ ദീസ് കോർപ്പറേറ്റ്സ് എന്നാണ് പറയുന്നത്. ഇഫ് ദ കോർപ്പറേറ്റ്സ് ഗെയിൻ മച്ച് ഫ്രം ദ കൺട്രി ദേ ഹാവ്, അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള തിങ്കിങ് എന്ന് പറയുന്നത് ഇതാണ്. ഇഫ് ദ കോർപ്പറേറ്റ്സ് ഗെയിൻ മച്ച് ഫ്രം ദ കൺട്രി ദേ ഹാവ് ടു മേക്ക് ദെയർ ഓൺ കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി. അതാണ് ദാറ്റ് ഈസ് ദ ഐഡിയ ബിഹൈൻഡ് CSR എന്ന് പറയുന്നത്. അതായത് കോർപ്പറേറ്റ്സുകൾ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നൽകുന്ന ഒരുപാട് ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്നാണ് പറയുന്നത്, തിരിച്ച് അവർ സൊസൈറ്റിക്ക് ചില കോൺട്രിബ്യൂഷൻസ് നടത്തേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്ത് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു 2 ഡെഫിനേഷനും കൂടി പറയാനുള്ളത്. ഞാൻ 2 ഡെഫിനേഷൻസാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ ഡെഫിനേഷൻസ് വേറെ കൊടുത്തിട്ടുണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഞാനിവിടെ ഹെൻറി ഫോർഡിൻ്റെ ഒരു ഡെഫിനേഷനാണ് ഞാൻ പറയുന്നത്. ദ പർപ്പസ് ഓഫ് ബിസിനസ് ഈസ് ടു ഡു ആസ് മച്ച് ഗുഡ് ആസ് വി ക്യാൻ everywhere for everybody concerned and incidentally to pay money. ഇതാണെന്നാണ് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എത്ര നന്മ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എത്ര നല്ലത് ചെയ്യാൻ പറ്റുമോ അത് എന്ത് ചെയ്യുക, അത് ചെയ്യാന്നുള്ളതാണ്. എല്ലായിടത്തും എവ്രിവെയർ ആൻഡ് ഫോർ എവ്രിബഡി കൺസേൺ, അതായത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യാം, എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ പർപ്പസ് എന്നാണെന്നാണ് പറയുന്നത്. ആൻഡ് ഇൻസിഡൻ്റലി അതിൻ്റെ ആസ് എ റിസൾട്ട് അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യാം, അവരതിൽ നിന്ന് മണി എടുത്തോട്ടെ, പ്രശ്നമില്ല. പക്ഷെ ജനത്തിന് എന്ത് ചെയ്ത് തരാം അല്ലെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്ത് തരാം, എല്ലായിടത്തും അവർ നല്ലത് ചെയ്യാം, നല്ലത് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മണി അവരെടുത്തോട്ടെ എന്നാണ് നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയണത്. അതായത് CSRൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് ഹെൻറി ഫോർഡ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദാറ്റ് ഈസ് ഗാന്ധിജിയുടെ ഒരു ഡെഫിനേഷൻ നമ്മൾ സാധാരണ കോട്ട് ചെയ്തെടുക്കാറുണ്ട്. വെൽത്ത് ക്രിയേറ്റഡ് ഫ്രം സൊസൈറ്റി ഹാസ് ടു ബി പ്ലൗഡ് ബാക്ക് ടു ദ സൊസൈറ്റി. അതായത് ഓരോ ബിസിനസ്സും ഉണ്ടാക്കുന്ന വെൽത്ത് എന്ന് പറയുന്നത് അല്ലേ, ദേ ആർ യൂസിങ് ദ സൊസൈറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, റോഡ് യൂസ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നു, വാട്ടർ യൂസ് ചെയ്യുന്നു, നമ്മുടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ യൂസ് ചെയ്തുകൊണ്ടാണ് കമ്പനി എന്ത് ചെയ്യേണ്ടത്, ലാഭം ഉണ്ടാക്കുന്നത് അല്ലേ. ആ ഉണ്ടാക്കുന്ന ലാഭം അവർക്ക് എന്താണ്, അവർക്കൊരു ബാധ്യതയുണ്ട്, തിരിച്ചത് അവരെന്ത് ചെയ്യണം, സൊസൈറ്റിയിലേക്ക് അതിൻ്റെ ഒരു ഭാഗമെങ്കിലും തിരിച്ച് സൊസൈറ്റിയിലേക്ക് തരണമെന്നാണ് ഗാന്ധിജി ആ ഒരു കോൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ദറ്റ് ഈസ് വെൽത്ത് ക്രിയേറ്റഡ് ഫ്രം സൊസൈറ്റി ഹാസ് ടു ബി പ്ലൗഡ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ CSR എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദി വെൽത്ത് ക്രിയേഷൻ പ്രോസസ്. വെൽത്ത് ക്രിയേഷൻ പ്രോസസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ CSR എന്ന് പറഞ്ഞാൽ ഞാനൊന്നും കൂടി ഇത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയുകയാണ്. നമുക്ക് ഒരിക്കലും ആരുടെ മേലും നിയമപരമായിട്ട് അടിച്ചേൽപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അത് ഒരു ഒബ്ലിഗേഷനായിട്ട് തന്നെ അവർ കരുതണം. ദാറ്റ് ഈസ് CSR ഈസ് എ സെറ്റ് ഓഫ് ഒബ്ലിഗേഷൻ വിച്ച് എ ഫേം ഹാസ് ടു പ്രൊജക്ട് ഇൻ ഓർഡർ ടു വർക്ക് ഫോർ ദി ബെറ്റർമെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യുന്ന ഒരു എന്താ പറയുന്നത്, ഒരു കൺസിഡറേഷനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആയിട്ട് കമ്പനീസ് അതിനെ കാണണം. അല്ലാതെ ഗവൺമെൻറ്റിന് ഒരിക്കലും അവരുടെ മേലെ യു ഹാവ് ടു ഡു എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ആൻഡ് CSR കവേഴ്സ് ദ ഇക്കണോമിക്, ലീഗൽ, എത്തിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എക്സ്പെക്ടേഷൻ സൊസൈറ്റി ഹാസ് പ്ലേസ്ഡ് ഓൺ ഓർഗനൈസേഷൻ. അതായത് ഒരു സൊസൈറ്റി ഒരു ഓർഗനൈസേഷനിൽ നിന്ന് എന്തൊക്കെ എക്കണോമിക്കലി സാമ്പത്തികമായി പ്രതീക്ഷിക്കുന്നു, ലീഗലി നിയമപരമായിട്ട് പ്രതീക്ഷിക്കുന്നു, എത്തിക്കലായിട്ട് പ്രതീക്ഷിക്കുന്നു, എൻവയോൺമെൻറ്റിൽ നിന്ന് എന്തൊക്കെ അത് എൻവയോൺമെൻറ്റിനോട് എത്രമാത്രം അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒക്കെ ദാറ്റ് ഈസ് എന്താണെന്നാണ് പറയുന്നത്
അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തുണ്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കവർ ചെയ്യുന്നതാണ് പറയുന്നത്. ആൻഡ് ആസ് CSR ഈസ് എ സൊസൈറ്റി ബേസ്ഡ് ആയതുകൊണ്ട് അല്ലേ നമ്മൾ പറഞ്ഞു സൊസൈറ്റിക്കാണ് ആ റെസ്പോൺസിബിലിറ്റി കമ്പനീസ് കൊടുക്കേണ്ടത്. അത് സൊസൈറ്റി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ സൊസൈറ്റീസും ഒരുപോലെയാണോ, ഓരോ സമൂഹവും ഒരുപോലെയാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റിയാണ്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ചേഞ്ചസ് വിത്ത് ദ ടൈം. കാലാകാലങ്ങളനുസരിച്ച് സൊസൈറ്റിയിൽ മാറ്റം വരുന്നതനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും, ഇവർ ചെയ്യുന്ന ഈ റെസ്പോൺസിബിലിറ്റീസിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കോൺസെപ്റ്റ് ഇൻ വിച്ച് കമ്പനീസ് ഇൻറ്റഗ്രേറ്റ് സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ കൺസേൺ വിത്ത് ദെയർ ബിസിനസ് ഓപ്പറേഷൻസ് വോളണ്ടറി. അപ്പോൾ അത് മാത്രമേ ഓർത്തേക്കുള്ളൂ, വോളണ്ടറി എന്നതാണ്, കമ്പൽഷൻ അല്ല, വോളണ്ടറി ആയിട്ട് സ്വമേധ ചെയ്യുന്ന ഒരു സംഭവമാണ് CSR എന്ന് പറയുന്നത്. ബൈ ടേക്കിംഗ് വോളണ്ടറി CSR ഇനീഷ്യേറ്റീവ്സ് ദ കമ്പനി മേക്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ. അതായത് കൃത്യമായിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ഇമേജ് കിട്ടും, അതായത് അവർ സൊസൈറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനിയാണ്. അങ്ങനെയാണെങ്കിൽ ആ കമ്പനി നിലനിൽക്കേണ്ടത് തന്നെയാണ്. അതിൻ്റെ പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്, അതിൻ്റെ സർവീസുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. കാരണം ദാറ്റ് ഈസ് ദേ ആർ ഡൂയിങ് സംതിങ് ഫോർ ദ സൊസൈറ്റി എന്ന രീതിയിൽ ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു നല്ലൊരു ഇൻ മണി ടേംസിലല്ലെങ്കിൽ പോലും അതൊരെന്താണെന്നാണ് പറയുന്നത്, ഒരു പ്രോപ്പർ CSR അഡോപ്റ്റ് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മേക്കിംഗ് ഇറ്റ്സ് ഫ്യൂച്ചർ എന്താണെന്നാണ് പറയുന്നത്, ഒരു ഭംഗിയുള്ളൊരു ഫ്യൂച്ചർ അത് പ്രിപ്പയർ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ബൈ ടേക്കിംഗ് വോളണ്ടറി CSR ഇനീഷ്യേറ്റീവ്സ് ദ കമ്പനീസ് മേക്ക് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ. ഇനി നമുക്ക് CSRനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. That's for today. Thank you, my dear students, for watching my class.